മണിയോടെ രണ്ടാമതും പൊട്ടുന്നു. ആദ്യ ഉരുൾ പൊട്ടുന്ന സമയത്തെ ദൃശ്യമാണിത്. രണ്ടാമത്തെ ഉരുൾ കൂടി പൊട്ടിയ സമയത്താണ് വലിയ നാശനഷ്ടം ഈ മേഖലയിലൊക്കെ ആകമാനം ഉണ്ടാകുന്നത്. ഈ കടയോട് ചേർന്നിട്ടുള്ള വിവിധ വീടുകൾ സമാനമായ രീതിയിൽ ഈ ഒരു മലവെള്ളപ്പാച്ചിൽ തൂത്തെറിഞ്ഞ് കൊണ്ടുപോയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് ഈ സമയത്ത് ഈ വെള്ളം ഒഴുകി വരുന്ന സമയത്ത് തന്നെയാകണം ചൂരമലയിലെ ആ വലിയ പാലം ഒലിച്ചു പോയത്. മുണ്ടക്കയുമായി ബന്ധിപ്പിക്കുന്ന ആ വലിയ പാലം, ഈ മുണ്ടക്കൈ പുഴയോട് ചേർന്നിട്ടുള്ള പാലം ഒലിച്ചു പോയത് ഈ ഒരു സമയത്ത് തന്നെയായിരിക്കണം. അങ്ങനെയാണെങ്കിൽ വലിയ രീതിയിൽ ചൂരമല ടൗണിനെ ആകെ വലിയ രീതിയിൽ വാഷ് ഔട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മലവെള്ളപ്പാച്ചിലും ചെളിയും പാറയൊക്കെയാണ് ആ ഒലിച്ചു വരുന്നത്. ഇന്ന് നമ്മൾ അവിടെ ഇന്നിപ്പോൾ ശ്രദ്ധിച്ചതാണ്. അവിടെയുള്ള ആ പ്രദേശവാസികൾ, പ്രത്യേകിച്ച് ആ കടയുടമകളൊക്കെ അവിടെ നിന്ന് ചെളിയും മണ്ണൊക്കെ വാരി പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ശ്രമം ഇപ്പോഴും നടക്കുകയാണ്. അവർക്കൊക്കെ വലിയ രീതിയിൽ അസാധ്യമാണ് ആ ഒരു ദൗത്യം. കാരണം അത്രമേൽ ചെളിയും മണ്ണൊക്കെ ഒലിച്ചു വരുന്ന നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാം. ആ രീതിയിൽ ഇപ്പോഴും ആ തുടച്ചു മാറ്റാൻ പറ്റാത്ത രീതിയിൽ എപ്പോഴും ആ ചെളിയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും ആദ്യ ഘട്ടത്തിൽ വന്നത്